ഒരു വിദേശ സഭയുടെ അധ്യക്ഷൻ വളരെ പെട്ടെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിനൊരു കൂടിക്കാഴ്ച. പരിശുദ്ധഭാവതിരുമേനി ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം ഇപ്പം ശരിയാകില്ലേ? പ്രധാനമന്ത്രി ഇടപെട്ട എല്ലാം ശരിയാകില്ലേ? ഞാൻ പറഞ്ഞു, തത്വദീക്ഷതയോടെ ഇവിടുത്തെ കാര്യങ്ങളെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ആരിടപെട്ടാലും മലങ്കര സഭയ്ക്ക് സന്തോഷമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട്, ഞാൻ പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവായുടെ വാക്കിനെ കടമെടുക്കുകയാണ്, ഒരു തട്ടിക്കൂട്ട് സമാധാനത്തിന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അതൊന്നും ഇവിടെ വില പോവുകയില്ല. ഞാൻ പറഞ്ഞവരോട്, എന്നോട് നാഷണൽ കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? തീരും, തീർച്ചയായിട്ടും. എന്താണ് ഈ സഭയുടെ അസ്തിത്വം? എന്താണ് ഈ സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇന്ത്യൻ ഭരണഘടന? എന്താണ് മലങ്കര സഭയുടെ ഭരണഘടന? ഇക്കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരിടപെട്ടാലും കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. അതല്ലാതെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, പുതിയ കഥാപാത്രങ്ങളൊക്കെ അറിയാം, ഫ്രീ വേൾഡ് ലീഡർ എന്നാണ് സ്വയം പ്രഖ്യാപിക്കുന്നത് ചിലരൊക്കെ. അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഞാനിതാ പറഞ്ഞിരിക്കുന്നു, പ്രശ്നം തീർന്നു എന്ന് പറയാൻ ഇന്ത്യയിൽ സാധിക്കില്ല. കാരണം ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്, ഇന്ത്യക്കൊരു സുപ്രീം കോടതിയുണ്ട്. അതിൻ്റെ അപ്പുറത്തല്ല ഇന്ത്യയിലെ മറ്റൊരു സ്ഥാനിയും, പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരോ. പിന്നെ അവരൊക്കെ കാര്യം ഇപ്പം ശരിയാക്കാം കൈവിടില്ല എന്നൊക്കെ പറയും. പക്ഷേ കൈവിടാതിരിക്കുന്ന ഒരു തമ്പുരാനുമാണ് മലങ്കര സഭയ്ക്കുള്ളത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഭാവാതിരുമേനിയുടെ സാന്നിധ്യത്തിനെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എല്ലാ സ്നേഹവും നന്ദിയും ബഹുമാനവും അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയൊക്കെ നമ്മളോടുള്ള ബഹുമാനത്തെ ആസ്പദിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മന്ത്രി ഉൾപ്പെടെ അനേകം സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും യുവജന പ്രസ്ഥാനത്തിൻ്റെ നാമത്തിൽ വിജയീ ഭവ ആശംസിച്ചുകൊണ്ട് എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞു കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.